എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം അതിന് 39 വാക്യം വായിക്കട്ടെ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. കർത്താവിന് വരുവാൻ പോകുന്ന ശാരീരിക മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയല്ല ഇവിടെ, മറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിക്കുമ്പോൾ ആത്മീകമായി ഉണ്ടാകുവാൻ പോകുന്ന പിതാവുമായിട്ടുള്ള വേർപാടിനെ ഓർത്ത് ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം പോലെയാകട്ടെ. ഇത്ര കഠിനമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ പോലും കർത്താവ് ആ പാനപാത്രം വഹിക്കുകയാണ്. 75-ാം സങ്കീർത്തനത്തിലും 51 യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം പാനപാത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവക്രോധത്തിൻ്റെ പാത്രമെന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് കാൽവറിയിലെ ക്രൂശിൽ സഹിച്ച ആ വേദനകൾ, പങ്കപ്പാടുകൾ നാം ഓരോരുത്തരും ഏൽക്കേണ്ടിയിരുന്ന ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ആ പാനപാത്രമായിരുന്നു. അത് നമുക്ക് പകരമായി കർത്താവ് വഹിച്ചു. ശാരീരികവും മാനസികവുമായ വലിയ പീഡയിലൂടെ കർത്താവ് കടന്നുപോയി. ഒടുവിൽ കയ്പ് കുടിച്ചതിന് ശേഷം സകലവും നിവൃത്തിയായി എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ്. നാം ഏൽക്കേണ്ടിയിരുന്ന ആ ക്രോധത്തിൻ്റെ കലശം മുഴുവൻ ക്രിസ്തുവിൻ്റെ മേൽ ചാർത്തി അത് കർത്താവ് ഏറ്റെടുത്തു. പ്രിയരെ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നമുക്ക് വേണ്ടി ക്രിസ്തുവേശു ആ ശാപകരമായിരിക്കുന്ന പാനപാത്രം വഹിച്ചുവെങ്കിൽ, ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ആരാണ്, നാം എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുടെ ഭാഗങ്ങളാണ് നാം ഇന്നെടുക്കുന്നത്. അനുഗ്രഹ പാത്രമാണ്. കർത്തൃമേശ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഇന്ന് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം എടുക്കുകയാണ്, കൂട്ടായ്മയുടെ പാത്രം. ശാപമേൽക്കേണ്ടിയിരുന്ന, ശാപത്തിന് കീഴിൽ കിടന്നിരുന്ന നമ്മെ ഓരോരുത്തരെയും നമുക്ക് വേണ്ടി ക്രിസ്തു ശാപമേറ്റ് ക്രിസ്തുവിനാൽ നമ്മെ ഇന്ന് അനുഗ്രഹീതരാക്കി തീർത്തിരിക്കുക. എത്ര നന്ദിയോടുകൂടെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. നാം കർത്താവിനെ, പിതാവായ ദൈവത്തെ ക്രിസ്തുവിലൂടെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കിങ്ങനെ പറയാം, വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി നമ്മെ തീർത്തതിൻ്റെ കാരണം നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ക്രിസ്തുവാണ്. ഇതെത്രയോ വലിയൊരു അത്ഭുതമാണ്. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് ചേർന്ന് നമുക്കും ഈ പ്രഭാതത്തിൽ നമ്മുടെ ഉന്നതനായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വാഴ്ത്താം, സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.